നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ജന്തർ മന്ദറിൽ നടന്ന CJP പ്രതിഷേധവുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയ പേളിമാണിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നത്. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം അക്രമ സംഭവങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ പിന്മാറണമെന്നും ജീവനാണ് പ്രധാനമെന്നും വ്യക്തമാക്കി പേളി പങ്കുവച്ച നീണ്ട കുറിപ്പാണ് സൈബർ ആക്രമണത്തിന് കാരണമായത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് പേളിമാണി. തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെന്ന് പേളിമാണി തുറന്നു സമ്മതിക്കുന്നുണ്ട്. വിഷയത്തിൽ താൻ നടത്തിയ പരാമർശങ്ങൾ ചിലരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നും അതിനാലാണ് വിശദീകരണം നൽകുന്നത് എന്നും വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പേളി പ്രതികരിച്ചത്. വിഷയത്തിൽ അഭിപ്രായം പറയാൻ തനിക്ക് സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും എന്നാൽ പ്രതിഷേധക്കാരോട് എല്ലാവരും വീട്ടിലേക്ക് പോകണം എന്ന തരത്തിൽ താൻ പറഞ്ഞിട്ടില്ല എന്നും പേളി വ്യക്തമാക്കി. തന്നെക്കുറിച്ച് പേജുകൾ നീളുന്ന പോസ്റ്റ് ഇട്ടയാളെയാണ് അങ്ങനെ പരാമർശിച്ചതെന്നും അതിൽ താൻ കൂടി ബഹുമാനിക്കുന്ന സംവിധായകൻ സിബി മലയിലിന്റെ പേര് എങ്ങനെ കടന്നു വന്നുവെന്ന് അറിയില്ല എന്നും പേളിമാണി യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞു. ഒരാളെ പരാജിതനായ ചലച്ചിത്രകാരൻ എന്ന് വിളിക്കേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു പേളിയുടെ യൂട്യൂബ് വീഡിയോ. നീറ്റ് സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സുരക്ഷിതരായിരിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള തന്റെ കുറിപ്പിനെ വളച്ചൊടിച്ച് അവതരിപ്പിച്ചെന്നും പേളി പറഞ്ഞു. ഒരു 11 മണി സമയത്താണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തിട്ടാലും അതിനൊരു നല്ല വശവും ചീത്തവശവും കാണുന്നുണ്ടാകും. ഭൂരിപക്ഷവും അതിന്റെ നല്ല വശമാണ് കണ്ടത്. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ സുരക്ഷിതരായിരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ്. അല്ലാതെ നിങ്ങളിത് നിർത്തിയിട്ട് വീട്ടിൽ പോകണം എന്ന് പറയാൻ ഞാൻ ആരുമല്ല. അതിന്റെ ആവശ്യവുമില്ല. റീൽസൊക്കെ കണ്ട് എല്ലാവരും അടി വാങ്ങുന്നതും ചോര വരുന്നതുമായ ദൃശ്യങ്ങൾ കണ്ട് ആ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നുമാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്. പിന്നെയാണ് DM വഴി എനിക്ക് മനസ്സിലായത് കുറെ പേർ ഇങ്ങനെ ഒരു പോസ്റ്റിനെ കുറിച്ച് ഇത്രയും വലിയൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് എന്ന്. അതെനിക്ക് വളരെയേറെ വേദനയുണ്ടാക്കി. ഞാൻ മിണ്ടാതിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൂടി വരികയായിരുന്നു. സത്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും സിബി മലയിൽ സാറിനെ അങ്ങനെ പറയില്ല. അദ്ദേഹം മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ്. അക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയാണ്. സർ, ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ താങ്കളുടെ ഒരു വലിയ ഫാനാണ്. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിമർശിക്കുന്നത് നിർത്തണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ എന്നെ വിമർശിക്കണം. കാരണം സോഷ്യൽ മീഡിയ ഒരു പൊതു പ്ലാറ്റ്ഫോമാണ് എന്നായിരുന്നു പേളി വ്യക്തമാക്കിയത്. ഞാൻ എഴുതാത്ത കാര്യം എങ്ങനെയാണ് ഇത്രയും മോശമായ രീതിയിൽ വ്യാഖ്യാനിക്കുക? എന്റെ ഏറ്റവും വേദനിപ്പിച്ച വരി സ്വതന്ത്ര സമര സേനാനികളുടെ കല്ലറയിൽ ഞാൻ തുപ്പുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതാണ്. എനിക്കത് ഭയങ്കര ഹേർട്ടായി. ഞാൻ മനസ്സിൽ തട്ടി എഴുതിയതാണ്. പ്രതികരിക്കേണ്ട വിട്ടുകള എന്ന് വിചാരിച്ചു. രാത്രി 11 മണി ആയപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല. ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ സ്റ്റോറി ഇട്ടു. അത് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഈ പോസ്റ്റ് ഇട്ട ആളെ ഞാൻ പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് ഞാൻ വിളിച്ചു. അത് വളരെ വലിയ തെറ്റാണ്. അദ്ദേഹത്തോട് ഈ അവസരത്തിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നും പേളിമാണി പറഞ്ഞു. പരാജയപ്പെട്ട ഫിലിം മേക്കർ എന്ന് വിളിച്ചത് പോസ്റ്റ് എഴുതിയ ആളെയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ അച്ഛൻ സിബി മലയിലിനെയാണ് തെറ്റായി വ്യാഖ്യാനിച്ചതെന്നും പേളിമാണി വ്യക്തമാക്കി. CJPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന സമരത്തെക്കുറിച്ചുള്ള പേളിയുടെ പോസ്റ്റിന് പിന്നാലെ സിബി മലയിലിന്റെ മകൻ ജോയും പേളിയും തമ്മിൽ സാമൂഹിക മാധ്യമങ്ങളിൽ തർക്കമുണ്ടായി. ജന്തർ മന്ദറിലെ പ്രക്ഷോഭത്തെ പിന്തുണച്ച പേളി വിദ്യാർത്ഥികൾ അക്രമ സംഭവങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെ പേളിയെ വിമർശിച്ച് ജോ രംഗത്തെത്തി. ഇതിന് മറുപടി നൽകവെയാണ് പരാജയപ്പെട്ട സംവിധായകൻ എന്ന പരാമർശം പേളി നടത്തിയത്. പരാജയപ്പെട്ട സംവിധായകൻ എന്ന പേളിയുടെ പരാമർശം തന്റെ പിതാവിനെ കുറിച്ചാണെന്ന് ജോ മറുപടി നൽകി. ഇതോടെ തർക്കം മുറുകി. ഇതിന് പിന്നാലെ പേളിമാണിക്ക് സോഷ്യൽ മീഡിയയിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത്. ഇൻസ്റ്റഗ്രാമിൽ മാത്രം 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെയാണ് പേളിക്ക് നഷ്ടമായത്. കൂടാതെ യൂട്യൂബ്, ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലും ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ നിന്ന് വൻ കുറവുണ്ടെന്നാണ് വിവിധ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. നിലപാടിൽ വലിയ പ്രതിഷേധമുയർന്നതോടെ പേളി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലെ കമന്റ് ബോക്സ് പൂട്ടി. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.